ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് നമുക്ക് ഈസി ആയിട്ട് ഗ്രേഡ് ഫൈൻഡ് ചെയ്യുക എന്നുള്ളതാണ്. അതിന് നിങ്ങൾക്ക് ഈ ഫംഗ്ഷനോ ഒന്നും യൂസ് ചെയ്യേണ്ട കാര്യമില്ല, വളരെ പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാൻ സാധിക്കുന്നതായിരിക്കും. മാത്രമല്ല ഇതിൽ പെർസെൻറ്റേജ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ളത് കൂടി പറയുന്നുണ്ട്. ഓക്കെ, ഈ ഗ്രേഡിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് നമുക്ക് ഓഫീസിൽ യൂസ് ചെയ്യാം, അതുപോലെ തന്നെ സ്കൂൾസിൽ യൂസ് ചെയ്യാം അല്ലേ. ടീച്ചേഴ്സിനൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ്, ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാനിവിടെ കുറച്ച് സ്റ്റുഡൻസിൻ്റെ റോൾ നമ്പേഴ്സ് ഇട്ടിട്ടുണ്ട്, അതുപോലെ തന്നെ അവരുടെ നെയിം ഉണ്ട്. പിന്നെ ഉള്ളത് ഇംഗ്ലീഷിന് കിട്ടിയ മാർക്സ് ആണ്, സയൻസിന് കിട്ടിയ മാർക്സ്, മാത്സിന് കിട്ടിയ മാർക്സ്, അവരുടെ ടോട്ടൽ മാർക്സ് ഇവിടെ ഞാൻ ടൈപ്പ് ചെയ്യാം. അതായത് ഇംഗ്ലീഷിന് ഔട്ട് ഓഫ് 50 ആണ് അവർക്ക് ഈ മാർക്ക് കിട്ടുന്നത്, അതുപോലെ തന്നെ സയൻസിനും ഔട്ട് ഓഫ് 50, ദെൻ മാത്സിനും ഔട്ട് ഓഫ് 50. അപ്പോൾ ഇവിടെ എത്തുമ്പോൾ ടോട്ടൽ മാർക്സ് എന്ന് പറയുന്നത് 150 ആണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ. ദെൻ നമ്മളിവിടെ ആദ്യം ഫൈൻഡ് ചെയ്യുന്നത് പെർസെൻറ്റേജ് ആണ്. പെർസെൻറ്റേജിൻ്റെ ബേസിലാണ് നമ്മൾ ഗ്രേഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതേപോലെ തന്നെ ഞാനിവിടെ ഗ്രേഡിംഗ് സ്കെയിൽ എന്ന് പറഞ്ഞിട്ട് ഇട്ടിട്ടുണ്ട്. അതായത് 90% കിട്ടിയ ആൾക്ക് എ ആയിരിക്കും ഗ്രേഡ് എന്ന് പറയുന്നത്, 80% ഉള്ള ഒരാൾക്ക് ബി ആയിരിക്കും. ഓക്കെ, അപ്പോൾ 90% എന്ന് പറയുമ്പോൾ 90s ഏത് നമ്പേഴ്സ് ആയാലും അതിന് എ ആയിരിക്കും ഗ്രേഡ് ഉണ്ടാവുക. മനസ്സിലായല്ലോ. അപ്പോൾ ഇങ്ങനെ 30% വരെ ഇവിടെ ഞാൻ ജി എന്ന് വരെ ചേർത്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് എങ്ങനെയാണ് ആദ്യം പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത് നോക്കാം. ഞാനിവിടെ ടോട്ടൽ മാർക്സ് കണ്ടിട്ടുണ്ട്, അത് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. ഞാനിത് ഡിലീറ്റ് ചെയ്തിട്ട് ടോട്ടൽ മാർക്സും കൂടി കാണിച്ചു തരാം. കംപ്ലീറ്റ് ഡിലീറ്റ് ചെയ്തു. ദെൻ ടോട്ടൽ മാർക്സ് എന്ന് പറയുന്നത് ഈക്വൽ ടു ഇടുന്നു. സം ഫംഗ്ഷനാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഓട്ടോ സം. ഒരുപാട് മെത്തേഡ്സ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ദെൻ നമ്മുടെ ഈ ഒരു റേഞ്ച് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. പാരന്തസിസ് ക്ലോസ് ചെയ്യുന്നു, എൻ്റർ കീ അടിക്കുന്നു. കണ്ടോ, 121 ആണ് അബിയയ്ക്ക് കിട്ടിയ ടോട്ടൽ മാർക്സ്. എത്രയിൽ? ഔട്ട് ഓഫ് 150. ഓക്കെ, ദെൻ ഇത് കംപ്ലീറ്റും കോപ്പി ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ല നമ്മുടെ ഫോമുല താഴേക്ക് കോപ്പി ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാവരുടെ ടോട്ടൽ മാർക്സും ഇവിടെ വരുന്നതായിരിക്കും. ദെൻ നമ്മൾ അടുത്തതായി കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത് പെർസെൻറ്റേജ് ആണ്. അതിന് വേണ്ടിയിട്ട് ഈക്വൽ ടു സൈൻ ഇടുക. ദെൻ എന്ത് ചെയ്യുക, അബയുടെ ടോട്ടൽ മാർക്ക് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ദെൻ സ്ലാഷ് എന്നാണ് ഇടുന്നത്. ഇതാണ് ഡിവിഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സിമ്പിൾ എന്ന് പറയുന്നത്. സ്ലാഷ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണോ ടോട്ടൽ മാർക്സ്, അതായത് 150 ആണെങ്കിൽ 150 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതല്ലെങ്കിൽ ഈ സെൽ അഡ്രസ്സ് ഇവിടുന്ന് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. ഞാനിവിടെ ടൈപ്പ് ചെയ്യുകയാണ്, 150 എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. ദെൻ എൻ്റർ കീ പ്രസ് ചെയ്യുന്നു. ഓക്കെ, ഇപ്പോൾ നമുക്ക് 0.80666 അങ്ങനെ കുറേ നമ്പേഴ്സ് വരുന്നുണ്ടല്ലേ. അപ്പോൾ ഇതിനെ ഞാനൊന്ന് ചെറുതാക്കാൻ പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു കണ്ടോ നമ്പർ ഫോർമാറ്റിങ്ങിലേക്ക് പോയിട്ട് ജസ്റ്റ് ഡിക്രീസ് ഡെസിമൽ എന്നുള്ള ഈ ഒരു ഓപ്ഷൻ എടുക്കുക. ദെൻ അത് എത്ര തവണ നിങ്ങൾക്ക് റെഡ്യൂസ് ചെയ്യണോ, അതായത് നമ്പേഴ്സ് ഡിക്രീസ് ചെയ്യണോ, അതൊന്ന് അത്രയും ടൈംസ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. കണ്ടോ, അപ്പോൾ എനിക്ക് ഇങ്ങനെ ഉള്ള ഒരു ഫോർമാറ്റിലേക്കാണ് വേണ്ടത്. 0.81, അതായത് 2 ഡെസിമൽ പ്ലേസസ് മതി. അപ്പോൾ ഞാൻ അതങ്ങനെ സെലക്ട് ചെയ്ത് കൊടുത്തു. ദെൻ ഞാൻ താഴേക്ക് ഫോമുല കോപ്പി ചെയ്യുകയാണ്. ഇവിടെ ജസ്റ്റ് ഈ ഒരു പ്ലസ് സൈൻ കാണുമ്പോൾ താഴേക്കൊന്ന് കോപ്പി ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫോമുല താഴേക്ക് കോപ്പി ആയിട്ടുണ്ട്. ദെൻ ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ജസ്റ്റ് ഈ ഒരു സെല്ല് സെലക്ട് ചെയ്തതിന് ശേഷം പെർസെൻറ്റേജിലേക്ക് ആക്കുകയാണ്. അത് നിങ്ങൾക്ക് ഒന്നുകിൽ ഈ സിമ്പിൾ ഇവിടുന്ന് തന്നെ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം, അതല്ലെങ്കിൽ ഇവിടെ ജസ്റ്റ് ഈ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം പെർസെൻറ്റേജ് എന്നുള്ള ഈ സംഭവം എടുത്താലും മതി. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ ഈ സിമ്പിൾ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. കണ്ടോ, 81% എന്നായി. ദെൻ അതുകൂടി എനിക്ക് എല്ലാത്തിലേക്കും പെർസെൻറ്റേജ് വരാൻ വേണ്ടിയിട്ട് ഇതൊന്ന് കോപ്പി ചെയ്ത് കൊടുക്കുകയാണ്, താഴേക്ക് കൂടി കോപ്പി ചെയ്ത് കൊടുക്കുകയാണ്. കണ്ടോ, ഇപ്പോൾ എനിക്ക് ഞാൻ വിചാരിച്ച രീതിയിലേക്ക് 81%, 72%, 50% എന്നിങ്ങനെയുള്ള ഒരു ഫോമാറ്റിലേക്ക് അല്ലേ, അതായത് പെർസെൻറ്റേജ് സിമ്പിളും കൂടി ഡിസ്പ്ലേ ആവുന്ന ആ ഫോമാറ്റിലേക്ക് വന്നു കഴിഞ്ഞു. ഓക്കെ, ദെൻ എനിക്ക് ഈസി ആയിട്ട് ഇവിടെ ഗ്രേഡ് കാൽക്കുലേറ്റ് ചെയ്യാം. ഞാനിവിടെ യൂസ് ചെയ്യാൻ പോകുന്ന ഫോമുല എന്ന് പറയുന്നത് ലുക്കപ്പ് ആണ്. ഓക്കെ, ദെൻ ഈക്വൽ ടു സിമ്പിൾ ലുക്കപ്പ് എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ വരുന്നുണ്ട്. ടാപ്പ് കീ പ്രസ് ചെയ്ത് കൊടുക്കുക. ദെൻ ആദ്യം വേണ്ടത് നമ്മുടെ ലുക്കപ്പ് വാല്യൂ ആണ്. അതായത് ഞാൻ ലുക്കപ്പ് ചെയ്യാൻ പോകുന്ന വാല്യൂ എന്ന് പറയുന്നത് 81% ആണ്. ഓക്കെ, കോമ ഇടുന്നു. ദെൻ സെക്കൻഡ് ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത് ലുക്കപ്പ് വെക്റ്റർ ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ഗ്രേഡിംഗ് സ്കെയിലിൻ്റെ പെർസെൻറ്റേജസ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. ദെൻ തേർഡ് ആർഗ്യുമെൻറ്റ്, അതായത് ലാസ്റ്റ് ആർഗ്യുമെൻ്റ് ആണ്, അതെന്ന് പറയുന്നത് ഈ ഗ്രേഡ് ആണ്, അതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ദെൻ നമ്മുടെ പാരന്തസിസ് ക്ലോസ് ചെയ്യുന്നു, എൻ്റർ കീ പ്രസ് ചെയ്യുന്നു. കണ്ടോ, ബി ഗ്രേഡ് ആണ് നമ്മുടെ അബിയയ്ക്ക് വന്നിട്ടുള്ളത്. 81% ആണുള്ളത്. കണ്ടോ, 80s കിടക്കുന്നത്. അപ്പോൾ ബി ഗ്രേഡ് ആണുള്ളത്. ഓക്കെ, ഇനി നമ്മൾ ഈ ഫോമുല എടുത്തിട്ട് ഒന്ന് റെഫറൻസിങ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതായത് നമ്മുടെ റെഫറൻസിങ് ഫിക്സ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് ഇത് സെലക്ട് ചെയ്തതിന് ശേഷം ഫംഗ്ഷൻ കീയും, അതായത് നിങ്ങൾ ലാപ്ടോപ്പാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഫംഗ്ഷൻ കീയും F4 കൂടി ഒന്നിച്ച് പ്രസ് ചെയ്യുക. എഗെയിൻ ഇതും കൂടി നമ്മളൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കണം. വീണ്ടും സെലക്ട് ചെയ്തതിന് ശേഷം ഫംഗ്ഷൻ കീയും F4 കൂടി ഒന്നിച്ച് പ്രസ് ചെയ്യുക. ഓക്കെ, ദെൻ ഇനി നമുക്ക് ഫോമുല കോപ്പി ചെയ്ത് കൊടുക്കാം.
കണ്ട എല്ലാവരുടെ ഗ്രേഡും നമുക്കിവിടെ വന്നു കഴിഞ്ഞു. ഓക്കെ, വളരെ ഈസി ആയിട്ട് നമുക്ക് ഗ്രേഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റി അല്ലേ. അപ്പോൾ നമുക്കൊന്ന് ശരിയാണോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ 90% ഇവിടെ ആർക്കും കിട്ടിയിട്ടില്ല. പിന്നെ 80% എന്ന് പറയുന്നത് ബി ആണ്. ഓക്കെ, 80% കിട്ടിയ എല്ലാവർക്കും തന്നെയും ബി ഗ്രേഡ് ആണ്. 70 കിട്ടിയവർക്കൊക്കെ സി വന്നിട്ടുണ്ട്. 50-ൽ ഇ വരുന്നുണ്ട്. പിന്നെ 40യും ഇല്ല, 30യും ഇല്ല. ഓക്കെ, 87% കിട്ടിയത് ദിയക്കാണ് അല്ലേ. അപ്പോൾ ദിയയുടെ ഗ്രേഡ് ഒന്ന് ഇൻക്രീസ് ചെയ്തിട്ട് നമുക്ക് എ ഗ്രേഡ് വരുന്നുണ്ടോ എന്നുള്ളത് നോക്കാം. 48 കൊടുക്കുകയാണ്, എൻ്റർ കീ പ്രസ് ചെയ്യുന്നു. ദെൻ ഇവിടെ ഞാൻ കൊണ്ടുപോയിട്ട് 47 കൊടുക്കുകയാണ്, എൻ്റർ കീ പ്രസ് ചെയ്യുന്നു. കണ്ടോ, 92%ലേക്ക് മാറിയിട്ടുണ്ട്. ഒപ്പം ഗ്രേഡും ചേഞ്ച് ആയിട്ടുണ്ട്, എ എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇങ്ങനെയാണ് വളരെ ഈസി ആയിട്ട് നമ്മൾ ഗ്രേഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമുക്കിപ്പോൾ എംപ്ലോയേഴ്സിൻ്റെ ഗ്രേഡിംഗ് സ്കെയിൽ വരെ നമുക്കിത് യൂസ് ചെയ്തിട്ട് ഇടാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഒന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നല്ലൊരു ടോപ്പിക്കുമായിട്ട് കാണാം. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.